നമസ്കാരം. നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്ന തോന്നൽ ചിലർക്കെങ്കിലുമുണ്ട്. അത്തരക്കാർ സ്വന്തം നാട്ടിലും മറുനാട്ടിലുമെല്ലാം അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്ന ഉറച്ച നിലപാട് ഗൾഫ് രാജ്യങ്ങൾ എക്കാലവും സ്വീകരിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും നൽകി വരുന്നത്. അതേ നിലപാട് തന്നെയാണ് കുവൈറ്റിനുമുള്ളത്. ചെറിയ കുറ്റമാണെങ്കിലും കടുത്ത നടപടി സ്വീകരിക്കാനാണ് കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ കുവൈറ്റ് കടുത്ത നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റംസാൻ കാലത്ത് വിദേശത്ത് നിന്ന് വരുന്നവർ യാചന നടത്തുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 8 സ്ത്രീകളും 3 പുരുഷന്മാരും പിടിയിലായിരുന്നു. ഇവരെ നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. പിടിയിലായവരിൽ അറബികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കറൻസികളൊന്ന് കുവൈറ്റ് ദിനാറാണ്. ഉയർന്ന മൂല്യമുള്ള കറൻസി ആയതിനാൽ ചെറിയ തുക കിട്ടിയാലും ഭിക്ഷാടകർക്ക് നേട്ടമാണ്. പള്ളികൾക്ക് മുമ്പിലും മാർക്കറ്റുകളിലും യാചന നടത്തിയവരെയാണ് പിടികൂടിയിരിക്കുന്നത്. വിസിറ്റ് വിസയിലും ഫാമിലി റെസിഡൻസ് പെർമിറ്റിലും കുവൈറ്റിൽ എത്തിയവരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. ജോലി ചെയ്യാൻ മതിയായ രേഖയില്ലാത്തവരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചനകൾ. രാജ്യത്തെ നിയമം ലംഘിച്ചവർക്ക് ജോലിക്കായി അവസരം നൽകിയ കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് യാചന നടത്തുകയും മതിയായ രേഖകളില്ലാതെ കുവൈറ്റിൽ തങ്ങുകയും ചെയ്തവരെ നാടുകടത്തും. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനാണ് നടപടികൾ സ്വീകരിക്കുക. റെസിഡൻസി പെർമിറ്റുള്ളവരാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ അവരുടെ സ്പോൺസർമാരെയും കമ്പനിയിൽ നിന്നും പിഴയും ഈടാക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവരെ നാടുകടത്തുകയും അവർക്ക് ജോലി നൽകിയ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യും. വീട്ടുജോലിക്കെത്തി യാചന നടത്തുന്നവരെയും നാടുകടത്തുമെന്നാണ് വിവരം. അവരുടെ സ്പോൺസർക്ക് ഭാവിയിൽ ലേബർ വിസ നൽകില്ല. ഇനി യാചനയ്ക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിച്ചാലോ? അതും കടുത്ത നടപടിയിലേക്ക് നയിക്കും. ജനങ്ങളിൽ നിന്ന് പണം കൈവശപ്പെടുത്താൻ കുട്ടികളെ ഉപയോഗിക്കുന്നവരും കുറവല്ല. കുട്ടികളെ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ അവർക്കെതിരെ കുട്ടികളെ ചൂഷണം ചെയ്തുവെന്ന് കേസെടുക്കുകയും കടുത്ത നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി പണം തട്ടുന്നവരിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുമുണ്ട്. സോഷ്യൽ മീഡിയ വഴി പണം പിരിക്കാനാണ് ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നത്. അവർക്കെതിരെയും അധികൃതർ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് അത്തരക്കാർക്കെതിരെയും നടപടി ഉറപ്പാണ്. റംസാനിൽ ജനങ്ങൾ കൂടുതലായി സംഭാവന നൽകാറുണ്ട്. ഈ അവസരം ദുരുപയോഗം ചെയ്യാനാണ് മറ്റു ചിലർ യാചന നടത്തുന്നത്. ഇത്തരക്കാരെ പിടികൂടാൻ പ്രത്യേക സംഘത്തെയും കുവൈറ്റ് ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വീടുകളിലെത്തി കഷ്ടതകൾ പറഞ്ഞ് പണം പിരിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം. ഇവരെ നിരീക്ഷിക്കാനും ഉദ്യോഗസ്ഥരുണ്ട്. റംസാനിൽ അനധികൃത പണപ്പിരിവിനും ഭിക്ഷാടനത്തിനുമെതിരെ UAE നടപടി നേരത്തെ കർശനമാക്കിയിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പും UAE നൽകിയിരുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ജനങ്ങളുടെ അനുകമ്പ ചൂഷണം ചെയ്ത് പണപ്പിരിവും ഭിക്ഷാടനവും വ്യാപകമാകാനിടയുള്ള പശ്ചാത്തലത്തിലാണ് നിയമം അധികൃതർ കടുപ്പിക്കുന്നത്. UAE അംഗീകൃത ഏജൻസികൾക്ക് മാത്രമാണ് ധനസമാഹരണത്തിനും സംഭാവന സ്വീകരിക്കാനും അനുമതിയുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.